നമ്മൾ ഇന്ന് വണ്ടിയുടെ ചാർജിങ് പോർട്ടിൻ്റെ അവിടെ ഒന്ന് വൃത്തിയാക്കാൻ പോവുക. മൊത്തം പൊടിയെല്ലാം ചള്ളയെല്ലാം കയറിയിരിക്കുന്നുണ്ടോ. ഇവിടെ എല്ലാം നല്ല നല്ല പൊടിയാണ് ഈ ഭാഗത്തും ഈ പ്ലഗിൻ്റെ അവിടെയൊക്കെ. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന, അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമെന്നും കൂടെ വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ മൊത്തം. പിന്നെ നമുക്ക് റിസ്ക് കുറവാണ്. ചെറിയ ആ വെള്ളമൊന്നും അകത്തോട്ട് കയറിയില്ല. ഇതൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോള് കണ്ടോ, വെള്ളം പോകാനായിട്ടുള്ള. ഇതൊക്കെ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്യണം. ഈ കാണുന്നതല്ല, ഈ കാണുന്നത് പുറത്തെ വെള്ളം പോകാനായിട്ടുള്ളത്. അതല്ലാതെ ഇതിൻ്റെ അകത്തൊരെണ്ണമുണ്ട്, അതിവിടെ ഇതിൻ്റെ അകത്ത് വീഴുന്ന വെള്ളം പോകാനുണ്ട്. ഇതിൻ്റെ മേളിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ അവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഉണ്ട്. കണ്ടോ, ഈ പ്ലഗ് പോയിൻറ്റിനകത്തുണ്ട്, ഈ പ്ലഗ് പോയിൻറ്റിനകത്തുണ്ട്, കണ്ടോ, ഇതിനകത്തെല്ലാം ഉണ്ട്. ഇതിനകത്തൊന്നും വെള്ളം കെട്ടി നിൽക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് താഴോട്ട് പോകും. അതിനെല്ലാം ഹോൾ ഇട്ടിട്ടുണ്ട് അവർ. ഒരു ചെറിയ നനവൊന്നും നനഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. ആദ്യം നമ്മളെ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. എന്നിട്ട് ഡീഗ്രീസർ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ അവിടെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്യണം. ഇവിടെ നല്ലപോലെ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് കഴുകാം. ആ ബ്രഷ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഇവിടെ ഈ സൈഡിലുണ്ടല്ലോ, ഇവിടെ ഞാൻ നേരത്തെ എൻ്റെ വണ്ടിയുടെ ഇതും ഫോൺ നമ്പറും എല്ലാം എഴുതി പൊളിഞ്ഞു പോയതാണ്. ചാർജ് ചെയ്യുമ്പോഴൊക്കെ ആർക്കെങ്കിലും നമ്മുടെ വണ്ടി കിടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് കോൺടാക്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. ഇതിങ്ങനെ നല്ലപോലെ കഴുകുക. വെള്ളം അകത്തോട്ടൊന്നും കയറുകയില്ല, ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് കഴുകുക. ഇപ്പം എനിക്ക് ഡീറ്റെയിലിംഗ് ബ്രഷ് ഉള്ളതുകൊണ്ടാണ്. ഒരു പല്ല് തേക്കുന്ന ബ്രഷാണെങ്കിൽ കാര്യം നടക്കും. ഇത് കണ്ടോ, ഇങ്ങനെ നല്ല കഴുകുക. ഇവിടെ ഒരു കാര്യം, ഇവിടെ ഒരു ഹോള് കണ്ടോ, ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെക്കണം. കാരണം അപ്പം വെള്ളം ഒരിക്കലും അവിടെ നിൽക്കുകയില്ല. ഈ കഴുകുന്നതിനൊന്നും ഒരു പ്രശ്നമായിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചാൽ വൃത്തിയായിട്ടിരിക്കും. ഇനിയിപ്പോൾ ഈ കവർ കണ്ടോ, ഇതിനകത്തൊന്നും ഒരു വെള്ളവും പറ്റത്തില്ല. ഇനി ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇതിനകം ഒന്ന് ക്ലീൻ ചെയ്യണം. മൊത്തം പൊടിയാണ്. ഇനി നമുക്ക് ഇതിനകം ക്ലീൻ ചെയ്ത്, ഇതിനകം ഞാൻ വെള്ളം ഒഴിച്ച് കഴുകാറില്ല. ഞാൻ നല്ല തുണി എടുത്തിട്ട് തൂത്ത് നല്ല അടിപൊളിയാക്കി എടുക്കത്തേ ഉള്ളൂ. നല്ല അടിപൊളിയായി, ചെളിയൊന്നും ഇല്ലാതെ നല്ല നീറ്റായി. അങ്ങനെ ചാർജിങ് പോർട്ടിൻ്റെ അടുത്ത ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.